നമസ്കാരം. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നടി രഞ്ജിനി അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് വിവരാവകാശ കമ്മീഷണർ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. നാളെ അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തുവിട്ടത്. പുറത്ത് കാണുന്നത് പോലെയല്ല ഉള്ളിൽ എന്ന് തുടങ്ങിയ പല പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട്. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് എന്ന വാചകങ്ങളോടെയാണ് റിപ്പോർട്ട് ആരംഭിക്കുന്നത് തന്നെ. മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ഒരു തൊഴിലെടുക്കുന്ന സ്ത്രീയെയും പുരുഷനെയും പരിഗണിച്ചാൽ അവിടെ സ്ത്രീയെ കുറഞ്ഞ മൂല്യമുള്ളയാളായി കണക്കാക്കുന്നു. പലരെയും പഠനത്തിന് അയക്കുന്നുണ്ട്. സിനിമാ മേഖലയിലുള്ളത് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇത് സ്ത്രീകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. പോലീസിന്റെയും ഭരണ സംവിധാനത്തിന്റെയും അടക്കം വീഴ്ചകളും റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. പരാതി നൽകിയിട്ടും വേണ്ടത്ര ഇടപെടലില്ല. മദ്യവും മയക്കുമരുന്നും വ്യാപകമാണ്. താരങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രമുഖരായ ആളുകൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് മലയാള സിനിമാ രംഗത്ത് ഉണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആലിംഗ സീനിന് 17 റീടോക്കൊക്കെ എടുക്കാറുണ്ട്. അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കുള്ളത്. വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്നും ഒന്നിലധികം പേരാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കം ഉണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ മുതൽ സംവിധായകൻ വരെ ചൂഷണം ചെയ്യുന്നുണ്ട്. സഹകരിക്കാൻ തയ്യാറാവാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് ഉള്ളത്. WCCയിൽ അംഗത്വം എടുത്തതുകൊണ്ട് മാത്രം ചിലരെ സിനിമയിൽ നിന്ന് പുറത്താക്കിയെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് ഈ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. 233 പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പുറത്തു വരുന്നത്. വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നവയും അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. റിപ്പോർട്ടിലെ 82 പേജുകളും വിവിധ പേജുകളിലായി 115 ഖണ്ഡികകളും ചില വരികകളും ഒഴിവാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ സമർപ്പിച്ചവർ പകർപ്പിനുള്ള തുകയായ 699 രൂപ വീതം ട്രഷറിയിൽ അടച്ച് പകർപ്പിനെ കാത്തിരുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ WCC ആണ് സിനിമാ രംഗത്തെ അതിക്രമങ്ങളെക്കുറിച്ചും അനീതിയെക്കുറിച്ചും പഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അപേക്ഷ നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2018 മെയ് മാസത്തിൽ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത്. ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ. 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. ഇതിനെതിരെ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ WCCയും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.